ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചന ഭാഗം, 21 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക. ഒരു കൊച്ചു സംഭവമാണ് അവിടെ സുവിശേഷകൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് 14-ാമത്തെ വചനം പറയുക: അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരുപാട് പേരുണ്ടാവും തീർച്ചയായിട്ടും ജനക്കൂട്ടത്തിൽ. പക്ഷെ അതിൽ നിന്ന് ഒരാൾ മാത്രം മുന്നോട്ട് കടന്നു വന്ന് യേശുവിനെ പ്രണമിച്ചിട്ട് അവിടത്തോട് ഏറ്റു പറയുകയാണ്: യേശുവേ, എൻ്റെ മകനിൽ കനിവ് തോന്നണം. വല്ലാത്ത അസ്വസ്ഥതയുണ്ട്, അവന് വേദനയുണ്ട്, ഒന്ന് സുഖപ്പെടുത്തി തരണം. ഒരു പിതാവ് തൻ്റെ മകന് വേണ്ടിയിട്ട് അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. മനസ്സിൽ ഒരുപാട് നാളായിട്ട് കൊണ്ടു നടന്ന ആ വേദന, അല്ലെങ്കിൽ ആ ഒരു നീറ്റൽ ഉളവാക്കുന്ന തരത്തിലുള്ള വേദന തന്നെ യേശുവിൻ്റെ മുൻപിൽ വിശ്വാസത്തോടെ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുക. സാധാരണഗതിയിൽ ജനക്കൂട്ടത്തോടൊപ്പം പോകാനാണ് എല്ലാവർക്കും താല്പര്യം. അതാണ് എളുപ്പവും. അതിന് വലിയ വെല്ലുവിളി ഇല്ല, അല്ലെങ്കിൽ റിസ്ക് ഇല്ല, എളുപ്പമാണ്. ജനക്കൂട്ടം എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഒപ്പം അങ്ങോട്ട് മുന്നോട്ട് പോകുക. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് മുന്നോട്ട് ഒരടി വയ്ക്കാനും അതിന് ശേഷം മുട്ടുകുത്താനും അല്ലെങ്കിൽ യേശുവിനോടൊന്ന് സംസാരിക്കാനും ഒരല്പം അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ഈ പിതാവിൽ, ഈ അപ്പച്ചനിൽ കാണുന്നത് അതാണ്. ജനക്കൂട്ടത്തിൻ്റെ ഒക്കെ എല്ലാവരുടെയും മനസ്സിൽ അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. തീർച്ചയായും ഒരു കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ, സമൂഹ ജീവിതമൊക്കെ നയിക്കുമ്പോൾ, ഏത് സാഹചര്യമാണെങ്കിലും അവനവൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും വേദനകളും ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ അനുഭവിച്ചിരുന്നിട്ടും ചിലപ്പോഴെങ്കിലും യേശുവിൻ്റെ അടുത്തെത്താൻ ചിലരെങ്കിലൊക്കെ മടിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഈ സഹോദരൻ, ഈ അപ്പച്ചൻ, നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ജനക്കൂട്ടത്തെ ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇടത്തും വലത്തും ആരാ നിൽക്കുന്നതെന്ന്, മുന്നിലും പുറകിലും ആരാ പോകുന്നതെന്ന് അയാൾക്കത് വിഷയമല്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ മകനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്, വേദനയാണ്. എത്ര നാളായി പരിശ്രമിക്കുന്നു, എത്രയോ വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി, എത്ര ചികിത്സാവിധികൾ തേടി, പക്ഷെ ഇതുവരെയും മോന് സൗഖ്യം കിട്ടിയിട്ടില്ല. അവൻ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ, അവൻ സങ്കടപ്പെടുന്ന കാണുമ്പോൾ, അവൻ്റെ രോഗാവസ്ഥയിൽ അവൻ നീറിപ്പിടയുന്ന കാണുമ്പോൾ വല്ലാതെ ചങ്ക് പൊട്ടുകയാണ്. ആ ഒരു വേദന തന്നെയും യേശുവിൻ്റെ മുൻപിലേക്ക് ഈ അപ്പച്ചനെ കൊണ്ടെത്തിക്കുകയാണ്. യേശുവിന് സാധിക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. ചുമ്മാ വഴിയിൽ കണ്ടവരോടൊന്നും ഈ മനുഷ്യൻ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. യേശുവിനെ കണ്ടപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു. മുന്നോട്ട് ഒരടി വയ്ക്കാനും മുട്ടുകുത്താനും സംസാരിക്കാനും ഒരു വലിയ സ്റ്റെപ്പ് എടുക്കുകയാണ് ഈ കുടുംബനാഥൻ. ഒരു യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ രൂപാന്തരപ്പെടുന്നത് ഇങ്ങനെയാണ്. സാധാരണക്കാരനിൽ നിന്ന് ഒരു ശിഷ്യൻ്റെ മനോഭാവത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുക. വലിയ ധൈര്യത്തോടു കൂടെ തന്നെ ചെല്ലുന്നു, ഈശോയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ വേറൊരു കാര്യം ഈ സഹോദരൻ പറയുന്നു. നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഞാൻ എൻ്റെ മോനെ കൊണ്ടു ചെന്നു, അവർക്ക് ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. നീയും ഞങ്ങളെ കൈവിടരുത് കേട്ടോ, നീയും ഞങ്ങളെ മറക്കരുത് കേട്ടോ, ഒന്ന് സുഖപ്പെടുത്തി തരണം. എളിമയോടെയാണ് പ്രാർത്ഥിക്കണത്, സ്നേഹത്തോടെയാണ് പറയണത്. ഈശോയ്ക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ടാവും. കാരണം തൻ്റെ കൂടെ നടന്ന് പഠിപ്പിച്ചിട്ടും പരിശീലനം കൊടുത്തിട്ടും സഹായിച്ചു കൊടുത്തിട്ടും സ്നേഹിച്ചിട്ടും തൻ്റെ ശിഷ്യന്മാർക്ക് താൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന വേദന ഈശോയ്ക്ക് തോന്നിയിട്ടുണ്ടാകണം. തീർച്ചയായിട്ടും സ്നേഹിക്കുന്നവരിൽ നിന്നാണല്ലോ കൂടുതൽ പ്രതീക്ഷിക്കുക, കൂടെ കൊണ്ട് നടക്കുന്നവരിൽ നിന്നാണല്ലോ കൂടുതലും ആവശ്യപ്പെടുക, അല്ലെങ്കിൽ കൂടുതൽ ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക. ഈശോ ശിഷ്യന്മാര് സൗഖ്യം കൊടുക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. ശിഷ്യന്മാർക്ക് അതൊക്കെ സുഖപ്പെടുത്തി കൊടുക്കാൻ എളുപ്പത്തിൽ കഴിയുമെന്ന് തന്നെയാണ് ഈശോയും കരുതിയത്. പക്ഷേ അത് നടന്നില്ല, അങ്ങനെ ഒരു സംഭവം സാധ്യമായില്ല എന്ന് മനസ്സിലായപ്പോൾ ഈശോയുടെ മനസ്സും വേദനിച്ചു. സത്യത്തിൽ
ഈശോ ആ പിതാവ് ഏത് ഗൗരവത്തോടും എത്ര ഹൃദയവ്യഥയോടും കൂടെ പറഞ്ഞുവോ അതേ ഗൗരവത്തോടു കൂടെ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരികയാണ്. എന്താ പറ്റിയത്, എന്താ ഉണ്ടായത്, അധികം ചോദിച്ചൊന്നും ഈശോ അവിടെ സമയം കളയുന്നില്ല. ഈശോ ആ മകനെ പെട്ടെന്ന് സുഖപ്പെടുത്തുകയാണ്. തിന്മയുടെ ശക്തിയിൽ നിന്ന് ആ മകന് വലിയ മോചനം കൊടുക്കുകയാണ്. നാളുകളായിട്ട് നടക്കാതിരുന്നൊരു സംഭവമാണ്. ഇങ്ങനെ ഈ സൗഖ്യം നടന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് തനിച്ച് ചെല്ലുകയാണ്. കൂട്ടത്തിൽ വെച്ചിട്ട് ചെന്നില്ല, അവർ തനിച്ച് ഒറ്റയ്ക്ക്, ഈശോയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഓടി ചെല്ലുകയാണ്. ഈശോയെ, എന്തേ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? ആഗ്രഹം ഉണ്ടായിരുന്നു സൗഖ്യം കൊടുക്കണമെന്ന്. നീ സൗഖ്യം കൊടുക്കണത് കണ്ടിട്ടുണ്ട് അനേകർക്ക്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കും ഇത് കഴിയുമല്ലോ എന്ന് ഞങ്ങൾ ഓർത്തുപോയി. പക്ഷെ കഴിഞ്ഞില്ല കേട്ടോ, സാധിച്ചില്ല ഞങ്ങൾക്ക് സൗഖ്യം കൊടുക്കാൻ. എന്തേ അതിന് കാരണം? സ്വാതന്ത്ര്യത്തോടെ ചോദിക്കുകയാണ്. ഈശോയുടെ അടുത്ത് അവർക്ക് എന്തും ചോദിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. ഈശോ അവരോട് പറഞ്ഞത് എന്തായിരുന്നറിയോ? ഒറ്റ കാരണമേ ഉള്ളൂ മക്കളെ. എന്തേ നിങ്ങൾക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റാതെ പോയത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണം, നിങ്ങളുടെ അല്പവിശ്വാസം. നിങ്ങളുടെ അല്പവിശ്വാസം. അല്പവിശ്വാസം കൊണ്ട് ഒരു കാര്യമില്ല എന്ന് ചുരുക്കത്തില്. എന്നിട്ട് ഈശോ പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള ഈ മലയോട് മാറി വേറെ സ്ഥലത്ത് ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അതനുസരിക്കുമായിരുന്നു, അത് നിറവേറിയേനെ. അല്പവിശ്വാസം കാര്യമില്ല. കടുകുമണിയോളമെങ്കിലും നിങ്ങളുടെ വിശ്വാസം വളരണം, ഉയരണം. ഈശോ പറയാണ്. എന്നിട്ട് ഒടുവിൽ ഇങ്ങനെയും പറഞ്ഞു വെച്ചു, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. ഒരു കുടുംബനാഥനോട്, ഒരു കുടുംബനാഥയോട്, ഒരു സമർപ്പണ ജീവിതം നയിക്കുന്ന വ്യക്തിയോട്, ക്രിസ്തു ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്ന ഒരു മകനോട്, ഒരു മകളോട് ഈശോ പറയുന്ന ഒരു വലിയ സന്ദേശമാണ്. ഈശോ നൽകുന്ന ഒരു വലിയ സദ്വാർത്തയാണ്. എന്ത്? നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായം 21-ാമത്തെ വചനമാണ്. നിങ്ങൾക്ക് യാതൊന്നും, ചില കാര്യങ്ങൾ അല്ല പറഞ്ഞത്, ആഗ്രഹിക്കണ ചില കാര്യം അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾക്ക് യാതൊന്നും എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് സാധ്യമാണ്. എല്ലാം നിങ്ങൾക്ക് സാധ്യമാണ്. ഈശോ ചെയ്തതും ഈശോ ചെയ്ത് കാണിച്ചതും ഈശോ ഏതൊക്കെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തുവോ അത് മുഴുവൻ നിങ്ങൾക്ക് സാധ്യമാണെന്ന്. മോനെ, നിനക്ക് സാധ്യമാണെന്ന്, നിനക്ക് സാധ്യമാണ് മോളെ. ഈശോ പറയാൻ അല്പവിശ്വാസം കാര്യമില്ല. ശിഷ്യന്മാര് അങ്ങനെയാ ചെയ്തത്. അവരോർത്തു, ഒന്ന് പരിശ്രമിച്ചു നോക്കാം, സൗഖ്യം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, കുറേ പേർക്കൊക്കെ കിട്ടി കണ്ടിട്ടുണ്ട്, എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് പരിശ്രമിച്ചു നോക്കാം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, കിട്ടിയാ കിട്ടി. അങ്ങനത്തെ വിശ്വാസമല്ല, അതാണ് അല്പവിശ്വാസം. ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ബോധ്യം, ഒരു പ്രത്യാശ ഇല്ലാത്ത അവസ്ഥ. നമ്മുടെ ഈ ശിഷ്യന്മാരിൽ ഈശോ അത് തന്നെയാണ് കണ്ടെത്തിയത്. അല്പവിശ്വാസമായിരുന്നു അവരുടെ കൈകളിൽ. അവര് ഈ അല്പവിശ്വാസത്തിന്റെ കടക്കിൽ ഈ ആവശ്യക്കാരനെ കെട്ടിയിരുന്ന അനുഭവം. അവിടെ കിടന്നു, ഞങ്ങളെ കൊണ്ട് ഇത്രയ്ക്കൊക്കെ പറ്റത്തുള്ളൂ, ഈ അല്പവിശ്വാസം വെച്ചിട്ടൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോണത്, ഞങ്ങൾക്ക് ഇത്രയ്ക്കൊക്കെ കഴിവുള്ളേ. അവരുടെ ഉള്ളിൻ്റെ അവസ്ഥ അവരങ്ങ് പ്രകടിപ്പിക്കുകയാണ്. ഈശോ അവരോട് പറയാൻ, മക്കളെ, കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ഇപ്പോഴുള്ളതുപോലെ അല്ല വേണ്ടത്. ഞാൻ അധ്വാനിക്കുന്നു, എന്നും പള്ളിയിൽ പോകുന്നു, എന്നും ജപമാല ചൊല്ലുന്നു, കുമ്പസാരമുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരണമുണ്ട്, അത്യാവശ്യമൊക്കെ വിശ്വാസത്തിൻ്റെ ഒക്കെ ഒരു വളർച്ചയ്ക്കുണ്ട്. അത് മതിയോ? പോരാ എന്ന് കർത്താവ് പറയാൻ. ഒരു പടി കൂടെ നിനക്ക് നിന്റെ വിശ്വാസത്തെ ഒന്ന് ഉണർത്താൻ കഴിഞ്ഞാൽ നിനക്ക് യാതൊന്നും അസാധ്യമാകുകയില്ല. ഉറപ്പ് വേണം, എൻ്റെ കർത്താവിന് ഇത് ചെയ്തു തരാൻ പറ്റും, എൻ്റെ കർത്താവ് ഇത് ചെയ്തു തരാൻ കഴിയും. ഏതൊരു വ്യക്തിക്കും അവരുടെ വേദന വലിയതാണ്. അവരുടെ വേദന എത്ര ചെറുതാണെങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ അത് നിസ്സാരം. ഇതിപ്പോൾ എത്ര വലിയ കാര്യം കൊടുക്കേണ്ടതുണ്ടോ, ഇതിന് ഇത്രയധികം വിഷമിക്കേണ്ടതുണ്ടോ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഓരോ വ്യക്തിക്കും അവരുടെ വേദന വലിയത് തന്നെയാണ്. അവരുടെ വേദനയ്ക്ക് അതിന് ആഴമുണ്ട്, ആ വേദനയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഈ വേദനകൾ അവർ പങ്കുവെക്കുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയുമ്പോൾ, കണ്ണ് നിറഞ്ഞിട്ട് അവരുടെ ചങ്കു പൊട്ടുന്ന ആ വേദനകൾ നമ്മുടെ മുൻപിൽ പങ്കുവെക്കുമ്പോൾ, ഒന്നും കേൾക്കാത്തവരെ പോലെ നിർനിമേഷരായിട്ട് നിന്നേക്കല്ല്. അതിന് പകരം ആ സഹോദരങ്ങളെ ഒന്ന് ശ്രവിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ചെയ്തു കൊടുക്കാൻ, അവരെ ഒന്ന് സൗഖ്യത്തിലേക്ക് നയിക്കാൻ, അവരുടെ
വേദനകളും നൊമ്പരങ്ങളും ആ കണ്ണുനീരൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് സന്തോഷത്തിലേക്ക് അവരെ നയിക്കാൻ ഓരോ ക്രിസ്തു ശിഷ്യനും കടമയുണ്ട് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് അത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ശിഷ്യത്വം സ്വീകരിച്ചവരല്ലേ നമ്മളെല്ലാവരും? മാമോദിസ സ്വീകരിച്ചപ്പോഴൊക്കെ യേശുവേ, ഞാൻ നിന്റെ വഴിയിലൂടെ നടന്നുകൊള്ളാം, നിന്റെ പാതയെ പുൽകിക്കൊള്ളാം, നിന്റെ വഴിയിലൂടെ മാത്രം ചരിച്ച് അനേകരെ ഈ വഴിയിലേക്ക് നയിച്ചു കൊള്ളാം പറഞ്ഞിട്ടില്ലേ നമ്മൾ? തീരുമാനം എത്രയോ ആവർത്തി നമ്മൾ പുതുക്കിയെടുത്തിട്ടുണ്ട്. എത്രയോ ആവർത്തി നമ്മൾ ഈ തീരുമാനം ആവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ. നിന്റെ വഴിയിൽ കൂടെ മാത്രം നടന്നുകൊള്ളാം, നിന്റെ ഹിതം മാത്രം നിറവേറ്റിക്കൊള്ളാം. സഹോദരങ്ങളെ, എത്രയധികം പേരാണ് നമ്മുടെ ചുറ്റിലും വേദനിക്കുന്നവർ. എത്രയധികം പേര് കണ്ണു നിറഞ്ഞിട്ട് വന്നിട്ട് പങ്കുവെക്കുന്ന എത്രയോ മക്കള്. ഒന്ന് നിന്ന് കൊടുത്താൽ, ഒന്ന് കാത് തുറന്നു കൊടുത്താൽ എത്ര പേരുടെ കണ്ണുനീരിൻ്റെ അനുഭവം കേൾക്കേണ്ടതുണ്ട്. ഒരു ദിവസത്തിൽ എത്രയധികം പേര് നമ്മളൊന്ന് കേൾക്കാൻ സന്നദ്ധരായാൽ ഓടി വന്ന് പറയുന്നവരുണ്ട്. സത്യമല്ലേ? എത്ര പേര് വേദനിക്കുന്നു. അവർക്കൊക്കെ ഒരു സൗഖ്യത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത കൊടുക്കാൻ കഴിയുന്നുണ്ടോ? കഴിയണം കേട്ടോ. ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. എൻ്റെ കർത്താവ് സകലതും ചെയ്തു തരും. ആ ഒരു വലിയ ഉറപ്പ്, ആ ഒരു വലിയ വിശ്വാസം. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഒരു 15 വർഷം മുൻപാണ്. ഇദ്ദേഹം വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, വല്ലാത്ത നിരാശയിലാണ് ഞാൻ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല, വലിയ കടബാധ്യതയുണ്ട്, ജീവിതം തന്നെ മടുപ്പായിട്ട് തോന്നുകയാണ്, ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും തോന്നുകയാണ്, മരിക്കാനുള്ള ധൈര്യം കിട്ടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കിഡ്നി കൊടുത്താലോ എന്ന് പോലും തീരുമാനിക്കുകയാണ്. ഈ സഹോദരൻ ഇങ്ങനെ കുറേ സങ്കടത്തോടെ പറഞ്ഞു. ഒന്ന് ചിരിക്കാൻ പോലും ഇദ്ദേഹത്തിന് പറ്റുന്നില്ല, ഒന്ന് മുഖം ഉയർത്തിയിട്ട് ഇച്ചിരി ധൈര്യത്തോടെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. കണ്ടാൽ നല്ല യോഗ്യനാന്നൊക്കെ തോന്നും, നല്ല കഴിവുള്ള, നല്ല ഉണർവുള്ള, പ്രസരിപ്പുള്ള മകനാന്നൊക്കെ തോന്നും നമുക്ക് കണ്ടാൽ. പക്ഷേ മനസ്സ് വല്ലാതെ തകർന്നിട്ടുണ്ട്, മനസ്സ് വല്ലാതെ തളർന്നിട്ടുണ്ട്, ജീവിതം പോലും മടുത്തു എന്ന് പറയുന്ന മകൻ കർത്താവിൻ്റെ അടുത്ത് ഈ സഹോദരന് വേണ്ടി കുറേ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു സന്ദേശം ഈ സഹോദരൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് സ്വാധീനിച്ചു. കർത്താവ് ധൈര്യപ്പെടുത്തുകയായിരുന്നു. കർത്താവ് ഓരോ വാക്കിലൂടെയും ഈ മകനെ ധൈര്യപ്പെടുത്തുകയായിരുന്നു. ഒരു സന്ദേശം ഞാൻ ഓർക്കുന്നു, ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. 10,000 രൂപയുടെ കാര്യം കർത്താവ് സ്വീകരിച്ചു. കർത്താവ് എന്തോ അതിനൊരു തീരുമാനമാക്കി തരികയാണ്. ഈ സഹോദരൻ സന്ദേശമൊക്കെ കേട്ടു, പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ചു, അല്പം ഒന്ന് മനസ്സൊന്ന് ഫ്രീ ആയി, അല്പം, മുഴുവനായിട്ടും എന്ന് പറയത്തില്ല, ഒരല്പം ആശ്വാസമായി തിരിച്ചുപോയി. 2 ദിവസം കഴിഞ്ഞില്ല, നേരം വെളുത്ത് പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി നിറയെ ആൾക്കാർ കോൺവെൻറ്റിൽ. ഗസ്റ്റ് റൂമിലുള്ളവർ ചെന്നിട്ട് ചോദിച്ചു, ആരാ എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു സന്ദേശം ലഭിച്ചായിരുന്നു, ഒരു 10,000 രൂപയുടെ കാര്യം, അത് കർത്താവ് നടത്തി തന്നു. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും വലിയ വിശ്വാസമായി, അതുകൊണ്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. അന്ന് ഈ സഹോദരൻ മാത്രമേ വന്നുള്ളൂ. 2ാം പ്രാവശ്യം വന്നപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കൂടെ വണ്ടി എടുത്തിട്ട് വന്നിരിക്കുക. ഞാൻ ഓർക്കുന്നു പ്രിയമുള്ളവരെ, എത്രയോ അധികം വേദനിക്കുന്നവർ, എത്രയോ അധികം നീറുന്ന മനസ്സോടെ കഴിയുന്നവർ, ഒരു അല്പസമയത്തേക്കെങ്കിലും അവരുടെ വേദനയൊന്ന് സ്വീകരിച്ചിട്ട് ആ വേദനയൊന്ന് ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കാൻ ഒരു മകളായ എനിക്ക്, ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിച്ചിട്ടുള്ള എനിക്ക് അതിന് കഴിയുന്നുവെങ്കിൽ എത്രയധികം സാഹോദര്യത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് ഈ ലോകത്തെ നമുക്ക് നയിക്കാൻ കഴിയും. അല്പവിശ്വാസം അതുകൊണ്ട് വലിയ ഫലമില്ലെന്ന് കർത്താവ് പറയും. അതുകൊണ്ട് നമുക്കൊന്നും ഉപകാരപ്പെടില്ല, അത് ഫലമില്ല എന്ന് തന്നെ കർത്താവ് പറയും. എന്നാൽ കടുകുമണിയോളമുള്ള വിശ്വാസം, കടുകുമണിയുടെ ഘടന നമുക്കറിയാം, അത് കണ്ടാൽ വളരെ നിസ്സാരമാണ്, ഒന്നുമില്ല, കണ്ണിൽ പെടുകയില്ലേ. കടുക് ആരെങ്കിലും ശ്രദ്ധിക്കുമോ? അത് ശ്രദ്ധിക്കുകയല്ല, അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ അതിലെന്തോ ഒരു കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, കടുക് അതിൻ്റെ ഉള്ളിൽ ഒരു ജീവൻ നിക്ഷേപിച്ചിട്ടുണ്ട്. ഭാവിയിൽ വളർന്ന് പന്തലിക്കാവുന്ന രീതിയിൽ ഒരു നല്ല ജീവനെ ആ കടുകുമണിയുടെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ട്. തന്നെയല്ല, ഈ കടുകുമണി കടുക് ഔഷധ ഗുണമുള്ളതാണ്, സൗഖ്യം കൊടുക്കും അനേകർക്ക്. ഈ കടുക് സ്വാദ് പകരും അനേകർക്ക്. എത്രയോ ഗുണവിശേഷങ്ങളാണ് കടുകിനെ മാത്രം ഓർത്താൽ. സത്യമല്ലേ? എന്തോരു കാര്യങ്ങൾ അതിൻ്റെ ഗുണവിശേഷങ്ങൾ. ഈ വിശ്വാസം, കടുകുമണിയോളമുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം സൗഖ്യം കൊടുക്കുന്നതാകണം, നമ്മുടെ വിശ്വാസം അനേകർക്ക് ജീവൻ കൊടുക്കുന്നതാകണം, നമ്മുടെ വിശ്വാസം അനേകർക്ക് സന്തോഷവും സംതൃപ്തിയും കൊടുക്കുന്നതാകണം. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നടത്താൻ, കാര്യം നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസവും അധ്വാനവും പരിശ്രമവും, അതിനുപരി അപരന് കൊടുക്കാൻ, അപരനൊരു പുതിയ ജീവിതം കൊടുക്കാൻ, അപരന് കൊടുക്കാവുന്ന ഒരു സമാധാനം, സന്തോഷം,
ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ ഉയർന്നു വരേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. നമ്മുടെ കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തണമെന്നല്ല, മറിച്ച് വേദനിക്കുന്ന അനേകർക്ക് വേണ്ടിയിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. അതിനല്ലേ മദർ തെരേസയൊക്കെ ഇറങ്ങിത്തിരിച്ചത്? എത്ര ധൈര്യമായിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. വേദനിക്കുന്നവരെ കണ്ടിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, സഹിക്കണവരെ കണ്ടിട്ട്, കരയുന്നവരെ കണ്ടിട്ട് പിന്നെ അടച്ചുപൂട്ടി മുറിയിൽ ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. എത്രയധികം വേദനിക്കുന്ന ആത്മാക്കള്, എത്രയധികം വേദനിക്കുന്ന മക്കള്. ഒന്ന് ഓർത്ത് നോക്ക്. നമ്മുടെയൊക്കെ ചുറ്റില് നമ്മുടെ വീട്ടിലെ കാര്യം മാത്രം ഓർത്താൽ അത്ര വലിയ ടെൻഷനൊന്നും നമുക്കില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊക്കെ ഒരുവിധം പോകുന്നുണ്ട്, സത്യമല്ലേ? നമ്മുടെ കാര്യങ്ങൾക്ക് അത്രയും റിസ്ക് ഇല്ലെന്നേ. അത്യാവശ്യം സാമ്പത്തിക മേഖലയൊക്കെ ഉണ്ട്, ആരോഗ്യമൊക്കെ ഉണ്ട്, സൗന്ദര്യമൊക്കെ ഉണ്ട്, കഴിവുണ്ട്, ജോലിയുണ്ട്, മക്കളൊക്കെ ഒരുവിധം സെറ്റിൽഡായി, ഒരുവിധമൊക്കെ നമ്മൾ ശാന്തമായിട്ടൊക്കെ പോകുന്നു. ചെറിയ രോഗങ്ങളുണ്ടെങ്കിലും നമ്മളെ ദൈവാനുഭവത്തിലേക്ക് കർത്താവ് മുൻപേ നയിച്ചതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കെ ശക്തി. എന്നാൽ ഇത്ര പോലും ആശ്വാസം കിട്ടാത്ത, ഇത്ര പോലും സമാധാനമില്ലാത്ത എത്രയോ മക്കള് ചുറ്റിലും കരയുമ്പോൾ, വേദനിക്കുമ്പോൾ അവരെ ഓർത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ കണ്ടില്ല എന്ന് വെച്ചിട്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഈശോ ശിഷ്യന്മാരെ ശാസിക്കുകയായിരുന്നു. എത്ര നാൾ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും? എത്ര നാൾ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും? എന്തേ നിങ്ങൾക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റാതെ പോയി? എന്തേ സൗഖ്യം കൊടുക്കാൻ പറ്റാതെ പോയി? ഈശോ വേദനയോടെ ചോദിക്കുകയാണ് അവരോട്. വേദനിച്ചിട്ടാണ് ഈശോ ചോദിച്ചത്. എന്നിട്ടാണ് ഈശോ പറയണത്, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല കേട്ടോ, യാതൊന്നും നിങ്ങൾക്ക് അസാധ്യമായിരിക്കില്ല. കർത്താവിൻ്റെ കൈകളിൽ നമുക്ക് നമ്മളെ തന്നെ കൊടുക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പോലെ ചിന്തിക്കേണ്ടവനാണ്, ക്രിസ്തുവിൻ്റെ പോലെ ചിന്താഗതികൾ കൊണ്ട് നടക്കേണ്ടവളാണ്. ക്രിസ്തു എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ ചിന്തിക്കാനുള്ള കടപ്പാട് ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു എങ്ങനെയാണ് ചിന്തിച്ചത്? നിങ്ങൾ ലോകം മുഴുവൻ പോകണം, നിങ്ങളെല്ലാവരെയും സുഖപ്പെടുത്തണം, നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടും സന്തോഷം വിളമ്പുന്നവരായിട്ട് മാറണം, നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരാകണം. എത്ര ആഗ്രഹമായിരുന്നു ഈശോയ്ക്ക്. ക്രിസ്തു ചിന്തിച്ചതുപോലെ ചിന്തിക്കാനുള്ള വിളി നമുക്കുണ്ട്. ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാനുള്ള വിളി മകനെ നിനക്കുണ്ട്. അടച്ചുപൂട്ടിയിരുന്നാൽ പോരാന്ന്, ഇറങ്ങണമെന്ന്. എവിടേക്ക്? നിന്റെ അതിർത്തികൾ വിട്ടിട്ട്, നിന്റെ ഭവനമാകുന്ന ചുറ്റുവളയം അതങ്ങ് വിട്ടിട്ട് നീ പുറത്തേക്ക് ഇറങ്ങണം. എങ്ങനെ? നിന്റെ അടുത്തേക്ക് വരുന്ന വേദനിക്കുന്നവർക്ക് സൗഖ്യമായിട്ട് തീരാൻ, നിന്റെ അടുത്തേക്ക് വരുന്ന തകർന്ന മനസ്സോടെ വരുന്നവർക്ക് സന്തോഷമായിട്ട് തീരാൻ നീ ഇറങ്ങിയേ പറ്റൂ. കർത്താവ് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നിനക്ക് വലിയൊരു പ്രചോദനം തരികയാണ്. മറ്റൊരിക്കലും ഞാൻ ഓർക്കണം, ഒരു മകള് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. കുറേ സങ്കടം പറഞ്ഞു. 5 കുഞ്ഞുങ്ങളുണ്ട് ഈ മകൾക്ക്. ഇവള് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ 5 കുഞ്ഞുങ്ങളും ഭർത്താവും ഞാനും പിന്നെ ഭർത്താവിൻ്റെ അനുജനും അവരുടെ കുടുംബവും മാതാപിതാക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വീട്ടിൽ കഴിയണത്. ഒരു സ്വന്തമായിട്ടൊരു കൊച്ചു വീട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വലിയ ആഗ്രഹമുണ്ട്. ഒത്തിരി നാളായി പരിശ്രമിക്കുന്നു. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല സിസ്റ്ററെ. ഒരു കാരണവശാലും നടക്കുന്നു തോന്നുന്നില്ല. വേദനയുണ്ട് മനസ്സിൽ, സങ്കടമാണ് മനസ്സിൽ. ഇതൊക്കെ ഓർക്കുമ്പോൾ 5 കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, ഒന്ന് സമാധാനത്തോടെ ഒന്ന് കളിക്കാനോ ചിരിക്കാനോ സ്ഥലമില്ല, സൗകര്യമില്ല. അതുകൊണ്ടൊക്കെയാണ് ഒരു കൊച്ചു ഭവനം കിട്ടിയിരുന്നെങ്കിൽ. കണ്ണു നിറഞ്ഞിട്ടായി മോള് പറഞ്ഞത്. ഈശോയോട് പറഞ്ഞു, നമുക്ക് അത്രയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈശോയെ, ഈ കുടുംബത്തോട് കരുണ കാണിക്കണേ, ഈ കുടുംബത്തിൻ്റെ മേൽ അലിവ് തോന്നണേ, ഇവരെ നീ സഹായിക്കണേ ഈശോയെ. ആ കാര്യം ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ നമ്മുടെ ആവശ്യമല്ല. ഈശോയുടെ കയ്യിലേക്ക് കൊടുത്താൽ ആ ആവശ്യം പിന്നെ ഈശോയുടെ ആവശ്യമാണ്. നമ്മൾ ഈശോയോട് പറഞ്ഞാൽ ആ ആവശ്യം പിന്നെ നമ്മുടെ അല്ല, പിന്നെ അത് ഈശോയുടെ ആവശ്യമായിട്ട് മാറുകയാണ്. ഈ മകൾക്ക് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, 1 വർഷത്തിനുള്ളിൽ ഭവനം കിട്ടുമെന്ന് നീ അവരോട് പറയും. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, മോളെ, ഈശോ ഇങ്ങനെയാണ് പറയണത്, 1 വർഷത്തിനുള്ളിൽ നിനക്ക് വീട് തരുമെന്ന് ഈശോ ഉറപ്പായിട്ടും പറയാൻ. അവളത് കേട്ടപ്പോൾ ഒരു ചിരി, ഒന്ന് ആക്കിയിട്ട് ചിരിക്കണ പോലെ. എനിക്കോ വീടോ അത് നടക്കില്ല സിസ്റ്ററെ, അത് അങ്ങനെ ഒന്ന് വാടക വീടാണേലും പോയാൽ മതിയായിരുന്നു, ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞു, നീ വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുക, യാതൊന്നും അസാധ്യമായിരിക്കില്ലല്ലോ. ഈശോ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് വിശ്വസിക്കാം, കാത്തിരിക്കാം. ഈ മോള് അന്ന് അങ്ങനെ ആയിക്കോട്ടെ, സിസ്റ്റർ പറഞ്ഞല്ലോ, ഓക്കെ, സന്തോഷത്തോടെ അവൾ പോയി. ഞാൻ ഓർക്കുന്നു, 1 കൊല്ലം കഴിയുന്നതിന് മുൻപേ അവൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, വീടിൻ്റെ വെഞ്ചിരിപ്പാണ്, വരണം കേട്ടോ വെഞ്ചിരിപ്പിന്. നമുക്കങ്ങനെ പോകാനൊന്നും പറ്റത്തില്ലെങ്കിലും ഞാൻ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞു, 1000 നന്ദി. എത്രയോ സഹോദരങ്ങൾ നിരാശയോടെ കഴിയുന്നു, എത്രയോ സഹോദരങ്ങൾ ജോലി കിട്ടുന്നില്ല എന്ന്, ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല എന്ന്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന്. സഹോദരങ്ങളെ, വിശ്വാസം നഷ്ടപ്പെടുത്തി കളയല്ല, മനസ്സ് തളർന്നു പോകല്ല, തകർന്നു പോകല്ല, പതറിപ്പോകല്ല. ഈ അപസ്മാര രോഗം പിടിപെട്ട മകൻ്റെ അപ്പച്ചൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് മുന്നോട്ട് വരാൻ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ, അവിടെ ഒന്ന് മുട്ടുകുത്താൻ, ഈശോയെന്നൊന്ന് വിളിക്കാൻ, ഒന്ന് എളിമപ്പെടാൻ
എല്ലാവരും നോക്കിയിട്ടുണ്ടാവും, കണ്ണുമിഴിച്ച് നോക്കിയിട്ടുണ്ടാവും. ഇവനെന്നത്തിനെ ഇപ്പോൾ ഇവിടെ മുട്ടുകുത്തണത്, ഇവനെന്നെ വലിയ ആള് കളിക്കണത്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും മനസ്സിലെങ്കിലും പുറത്ത് പറഞ്ഞില്ലെങ്കിലും. അതൊന്നും ഗവനിക്കുന്നില്ല. ഈ അപ്പച്ചൻ്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹം, എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടണം, എൻ്റെ കുഞ്ഞ് സുഖമാക്കപ്പെടണം. ഈ ഒറ്റ ആഗ്രഹം. സഹോദര, നിനക്ക് കഴിയോ? സഹോദരി, നിനക്ക് കഴിയോ ഈശോയുടെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്താൻ, ഈശോയുടെ മുമ്പിലേക്ക് കരങ്ങളൊന്ന് ഉയർത്താൻ, ഒന്ന് ചങ്ക് തുറന്നിട്ട് വിളിക്കാൻ? എൻ്റെ മേൽ അലിവ് തോന്നണേ കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണ തോന്നണേ കർത്താവേ. നീ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞാൽ നിന്റെ കണ്ണുനീര് കണ്ടിട്ട് കണ്ടില്ല എന്ന് വെക്കുമോ ഈശോ? നിന്റെ കണ്ണുനീര് കണ്ടില്ല എന്ന് പറയോ ഈശോ? ഞാൻ ചെയ്യില്ല എന്ന് ഈശോ പറയോ? നെവർ. അങ്ങനെ പറയില്ല കേട്ടോ. ഈശോയ്ക്ക് നിന്റെ വേദനകൾ ഈശോയുടെ വേദനകൾ കൂടെയാണ്. നിന്റെ മുഖം വാടുമ്പോൾ ഈശോയുടെ മുഖവും വാടും. നിന്റെ മനസ്സ് നോവുമ്പോൾ ആ മനസ്സും നോവും. അതുകൊണ്ട് തന്നെ എന്ത് നീ പറഞ്ഞാലും, നീ എന്ത് ചോദിച്ചാലും നിന്റെ ഈശോ നിനക്ക് നടത്തി തരും. ഒരു ക്രിസ്തു ശിഷ്യൻ ഇത് തന്നെ ചെയ്യാൻ കടപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചിലരെ കണ്ടിട്ടുണ്ട്, പണ്ട് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം ഈശോ തന്നായിരുന്നു. ഇനി ആ സൗഖ്യം തരുമോ? ഇനിയും ദൈവം ഇടപെടുമോ? സാധിക്കില്ലായിരിക്കും, കിട്ടില്ലായിരിക്കും. ഒരു തരം തണുപ്പൻ മന്ദഗതിയിലുള്ള നമ്മുടെ നീക്കങ്ങൾ, നമ്മുടെ പ്രവർത്തന ശൈലികൾ വേണ്ടാട്ടോ. നമുക്ക് വിശ്വാസത്തെ വളർത്തണം, വിശ്വാസത്തെ ഉണർത്തണം. എന്നിട്ടോ ഉണർവുള്ള മനസ്സോടുകൂടെ തന്നെ, പ്രതീക്ഷയുള്ള മനസ്സോടുകൂടെ തന്നെ മുന്നോട്ട് നീങ്ങണം. അല്പമായിട്ടുള്ള വിശ്വാസമല്ല, കടുകുമണിയോളമുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കും, അത് നിന്നെ അനുസരിക്കും. നടന്നിരിക്കും ഈ കാര്യം, ഉറപ്പായിട്ടും വിശ്വസിക്കുക. ഈ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവ് എനിക്ക് നടത്തി തന്നിരിക്കും, ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കണ്ടു. ജോലി വിദേശത്തായിരുന്നു, പക്ഷേ അവിടുന്ന് കമ്പനി തിരിച്ചു വിട്ടിട്ട് ഇപ്പം തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. 3 കുഞ്ഞുങ്ങളുടെ അപ്പച്ചനാണ്. ചോദിച്ചു, നിനക്ക് ടെൻഷനുണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടോ മനസ്സിൽ? ഇല്ല സിസ്റ്ററെ, കാരണം ഒന്നും അറിയാത്ത നാളിൽ എൻ്റെ കർത്താവ് തന്നെയാണ് എനിക്ക് നല്ലൊരു ജോലി, നല്ല ശമ്പളമുള്ള ജോലി തന്ന് എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയത്. ഇത്ര നാളും നല്ല രീതിയിൽ നല്ലൊരു വീട് പണിയാൻ കഴിഞ്ഞു, മക്കൾ എത്രത്തോളമൊക്കെ ആയി. ഇപ്പം ജോലിയില്ല, വേദനയുണ്ട്, പക്ഷേ ഉറപ്പുണ്ട് കർത്താവ് എന്നെ നയിക്കും, കർത്താവ് നയിക്കും. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരൊക്കെ ചോദിക്കും, ഒന്നും ആയില്ലേ, ജോലി ശരിയായില്ലേ, ജോലി കിട്ടിയില്ലേ? എനിക്ക് അവരോട് മറുപടി പറയാൻ ഒരു മടിയില്ല. ദൈവം തരും, കർത്താവ് തരും തക്ക സമയത്ത്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ മകൻ്റെ വിശ്വാസം കണ്ടപ്പോൾ സന്തോഷം തോന്നി മനസ്സിൽ. സാധാരണക്കാരിങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും നിരാശയോടെ, ഇല്ലെന്നേ, കിട്ടിയില്ലെന്നേ, അത് നടക്കുമെന്ന് അറിയത്തില്ലെന്നേ, ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ സാധാരണ. പക്ഷേ ഈ മകൻ്റെ വാക്കുകൾ, ദൈവം തരും, എനിക്ക് ദൈവം തരും. ഇത്ര നാളും നടത്തിയ കർത്താവിന് ഇനിയും നടത്താനുള്ള കഴിവുണ്ട്. ഇനിയും ദൈവം എന്നെ നടത്തും. ദൈവം എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുമായിരുന്നു, ആ കൊച്ചു സഹോദരൻ, അവൻ്റെ ഇളയ കുഞ്ഞിന് 1.5 വയസ്സേ ഉള്ളൂ. ഈ 3 കുഞ്ഞുങ്ങളെയും ഭാര്യയും കൊണ്ട് എന്നും പള്ളിയിൽ പോകും, ദിവസവും ബലിയർപ്പിക്കും. അതിരാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് പള്ളിയിൽ നിന്ന് എത്തുക. വന്നാൽ ഉടനെ സ്പീഡിൽ മക്കളെ റെഡിയാക്കുന്നു, സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു. ഇളയ കൊച്ച് 1.5 വയസ്സേ ഉള്ളൂ, പക്ഷെ മൂത്ത 2 കുഞ്ഞുങ്ങളെയും സ്കൂളിലും വിടും. 3 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ദിവ്യബലിക്ക് പോവുക. എന്നും പ്രാർത്ഥിക്കാൻ ഒരു മടിയില്ല എന്ന് പറഞ്ഞാൽ ഈശോയുടെ അടുത്തേക്ക് ചെല്ലാൻ ഒരു മടിയില്ല എന്ന്, ഈശോയെ വിളിക്കാൻ, ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്താൻ, യേശുവേന്ന് ഹൃദയം തുറക്കാൻ ഒരു മടിയില്ല. അല്പവിശ്വാസം വേണ്ടാട്ടോ, അല്പവിശ്വാസം നമുക്ക് മാറ്റിവെക്കണം. എന്നിട്ടോ ആഴത്തിലുള്ളൊരു വിശ്വാസം. എൻ്റെ ദൈവം സകലതും അറിയുന്നു, എൻ്റെ ദൈവം സകലതും കാണുന്നു. എൻ്റെ ദൈവത്തിന് എൻ്റെ കൊച്ചു നൊമ്പരം പറയണമെന്നില്ല, ആരോടും പങ്കുവെക്കണമെന്നില്ല. നാട്ടുകാരൊന്നും അറിയണ്ട, വീട്ടുകാരൊന്നും അറിയണ്ട, ഈവൻ ജീവിത പങ്കാളി പോലും നമ്മുടെ മനസ്സ് തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല. അറിയേണ്ടവൻ അറിഞ്ഞാൽ മതി. നമ്മുടെ കർത്താവ്, ജീവിക്കുന്ന ദൈവം, ഈശോ അറിഞ്ഞാൽ മതി കേട്ടോ. ഈശോയുടെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കാം നമുക്ക്. സൗഖ്യം തരട്ടെ, ശക്തി തരട്ടെ, കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഈശോ ഏറ്റെടുക്കട്ടെ. ഒരു നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച്. നല്ല ദൈവമേ, മനസ്സിൻ്റെ നോവ്, മനസ്സിൻ്റെ നീറ്റൽ ആരോടും പങ്കുവയ്ക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് ഞങ്ങൾ. രോഗത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ പോലും, മാരകമായ രോഗത്തിൻ്റെ അടിമയായി തീർന്നിട്ടുണ്ടെങ്കിൽ പോലും ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത മകനാണ് ഞാൻ, മകളാണ് ഞാൻ. എൻ്റെ ഈശോയെ, കുടുംബത്തിൻ്റെ പച്ചയായ ജീവിതാനുഭവങ്ങളും വ്യക്തി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും പലപ്പോഴും തളർത്തുന്നുണ്ട്, തകർത്ത് കളയുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദനയും ഉണ്ട്. ദൈവമേ, എല്ലായ്പ്പോഴും നിൻ്റെ മുൻപിലേക്ക് കടന്നു വരാനും, ദൈവമേ എന്നൊന്ന് ഹൃദയപൂർവ്വം വിളിക്കാനും, ഒരു പടി കൂടെ വിശ്വാസത്തെ വളർത്താനും എന്നെ സഹായിക്കണേ. അല്പവിശ്വാസം മാറ്റിവെക്കാൻ, അങ്ങനെ അവിശ്വാസത്തെ പരിഹരിച്ച് വിശ്വാസത്തിൽ വളരാൻ എന്നെ സഹായിക്കണേ ഈശോയെ.
എൻ്റെ മനസ്സങ്ങ് ഏറ്റെടുക്കണേ കർത്താവേ. മനസ്സിന് വീണ്ടും ബലം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ള കർത്താവേ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കൈവശമുള്ള ദൈവമേ, എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വന്നു നിറയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹായമായി കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.